ആളുകൾ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഡയലോഗാണ് സുചേട്ടാ ഇവിടെ സേഫ് അല്ല എന്നുള്ളത്. ശരിക്കും സുന്ദരമുള്ളിടത്താണ് സേഫ് അല്ലാത്ത. ലോകം കണ്ടു കഴിയുമ്പോൾ കഴുത്തിലെ പാടൊക്കെ പോയ ചന്ദ്രന്റെ കടി കിട്ടിയതിന്റെ ആളോട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്തത് മറ്റേ ചിത്രത്തെ പോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്നാ കൊല്ലാതിരിക്കാൻ പറ്റും. അതെ അതെ, തരംഗത്തിലുണ്ടായിരുന്നു. സിനിമയില് സുന്ദറിന്റെ പ്രേമം ദിവ്യ പ്രേമം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് റോസ് പച്ചകുത്തി, ഉടായിപ്പാണെങ്കിലും പച്ചകുത്തി. ജീവിതത്തില് ശരത് സഭ കാണിച്ചിട്ടുള്ള വലിയ ത്യാഗം എന്താ പ്രേമത്തില്? ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പച്ചയുണ്ട്. ലൊക്കേഷൻ മൊത്തം ഒന്ന് ഞെട്ടിയിട്ടുള്ളൊരു ഇൻസിഡന്റ് അത്. അർജുനനെ തട്ടി അർജുനങ്ങ് വീണ വഴി കയ്യിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ മേളിലോട്ടാ ആക്സിലേറ്ററിൽ നിന്ന് പോയി ബൈക്കിൽ നിന്ന് പിടിവിട്ടിട്ടു. നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ കൂടെ ആക്സിലേറ്റർ അങ്ങനെ പെട്ടെന്ന് പേടിക്കുകയും ചെയ്യുമല്ലോ, പാനിക്കായി. അത് അർജുന് ഇടിച്ചു വീണു. ഓക്കെ, അവൻ പറഞ്ഞു നീ എന്തിനാടാ പുറകെ ഒന്ന് നിർത്തണ, ഇടിച്ചതോ ഓക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കുക. തുടരെ ഹിറ്റ് അടിച്ച് മലയാള സിനിമ ഇപ്പോൾ സേഫാണ്. പക്ഷെ ഇവിടെ സേഫ് അല്ല എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ ഹിറ്റുമാണ്, ഒപ്പം തന്നെ ഇച്ചിരി പ്രശ്നക്കാരനും കൂടിയാണ്. സോ ഓണവിശേഷങ്ങളുമായിട്ട് കൂടെയുണ്ട് ശരത് സഭ. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ശരത്തിനെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ശരത് ബ്രോയ്ക്കാണ് എനിക്ക് തോന്നുന്നു ഒരു ഹിറ്റ് ഓണായിട്ട് നിൽക്കുന്നത് അല്ലേ? തുടരെ ചിത്രങ്ങൾ, അതെല്ലാം മികച്ച അഭിപ്രായങ്ങൾ, അത്രയും ഒരു പക്ഷേ മലയാള സിനിമേനെ ലോക സിനിമയുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പറ്റുന്ന പോലെ അത്രത്തോളം വലിയ ചിത്രത്തിൻ്റെ ഭാഗമാവുന്നു. ലോക ഓണം എങ്ങനെയുണ്ട്? ലോക ഓണം ഞാൻ നാട്ടിലായിരുന്നു. പടം ലോക അപ്പോൾ എല്ലാവരും ഫാമിലിയൊക്കെ വീട്ടിൽ ഓണത്തിന് എല്ലാവരും കൂടെ വന്നു. അപ്പം ലോക എനിക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റില്ല. തലവരെയാണ് ഫാമിലി എല്ലാവരുമായിട്ട് തിരുവോണം ദിവസം പോയി കണ്ടത്. അതിൻ്റെ അടുത്ത ദിവസം ഫാമിലി ലോക കണ്ടു. ഞാൻ അപ്പോഴത്തേക്ക് എറണാകുളം പോന്നു. ഇപ്പം നോർമലി ഇപ്പോൾ ജാനൽമൻ കണ്ട സമയത്ത് ആ സിനിമയോളം തന്നെ ആളുകൾ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഡയലോഗാണ് സുചേട്ടാ ഇവിടെ സേഫ് അല്ല എന്നുള്ളത്. ശരിക്കും സുന്ദരമുള്ളിടത്താണ് സേഫ് അല്ലാത്ത. ലോകം കണ്ടു കഴിയുമ്പോൾ അപ്പോൾ അതുവരെ ഒരു കോമഡി ആർട്ടിസ്റ്റായിട്ട് പെർഫോം ചെയ്ത ഒരാൾ പെട്ടെന്ന് സിനിമയിൽ ഒരു പരകായ പ്രവേശനം നടത്തുന്നു, മൊത്തത്തിൽ ഒരു ചേഞ്ച്, ഒരു ക്യാരക്ടർ ആർക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയുണ്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ? ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നെഗറ്റീവ് ഷെയ്ഡുള്ളത് കൊണ്ടലില് കഴിഞ്ഞ ഓണച്ചിത്രത്തിലേക്ക് കൊണ്ടലായിരുന്നു. ഈ ഓണം വരുമ്പോൾ മാത്രം ഞാൻ വില്ലനാവും, അല്ലാത്തപ്പോഴൊക്കെ ഞാൻ സൗമ്യനായ കോമഡി ആർട്ടിസ്റ്റ് ആവും എന്നുള്ളത് നെഗറ്റീവ് അതില് ഉണ്ടായിരുന്നു. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ എനിക്ക് ഇതാവോ, മാച്ചാവോ, സൂട്ടാവോ എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം ആദ്യം പുള്ളി ഡയറക്ടർ കഥ പറയുന്ന സമയത്ത് ഭയങ്കര മൂടായിരുന്നു, ഇത് പൊളിക്കും, സൂപ്പർ കിട്ടിയ അടിപൊളി സാധനം, അങ്ങനെയുള്ളൊരു വൈബായിരുന്നു ഡൊമിനിക്ക് അന്ന് കഥ പറഞ്ഞ സമയത്ത്. പൊളിക്കാം. ആളോട് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്തത് മറ്റേ ചിത്രത്തെ പോലെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്നാ കൊല്ലാതിരിക്കാൻ പറ്റും. അപ്പൊ ആളൊരു ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞു ഇല്ല കൊല്ലും. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ക്യാരക്ടർ. അപ്പോൾ ലുക്ക് ചെയ്യുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഷൂട്ടിന് മുൻപായിട്ട് വിളിച്ച് കോസ്റ്റ്യൂമും ഹെയർ കട്ടൊക്കെ ചെയ്ത് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കണ്ണാടി നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റൈല് പിടിച്ചിട്ടില്ല, ലൈഫിലും പിടിച്ചിട്ടില്ല, മറ്റേ സിനിമകളിലും പിടിച്ചിട്ടില്ല. എനിക്കിത് സ്യൂട്ടാവുന്നുണ്ടോ, ഇത് വെച്ചിട്ട് എനിക്ക് വേറൊരാള് ഈ ക്യാരക്ടറിന്റെ പകുതി മുക്കാൽ പണിയും ആ ഒരു അപ്പിയറൻസിൽ എടുത്തു. ബാക്കി പരിപാടി മാത്രമേ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. മെൽവിജെ കോസ്റ്റ്യൂം അത് ശരിക്കും അത് ക്യാരക്ടർ കാണുന്ന സമയത്ത് ഇപ്പം നമുക്കതിന് മുമ്പ് ശരത് ബ്രോനെ കാണുന്ന സിനിമകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ട്, നമുക്ക് ഇന്ന ആളാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ നമുക്ക് സിനിമ കണ്ടിട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളൊപ്പം സിനിമ കാണുന്ന സമയത്ത് ഇത് പിടികിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആർട്ടിസ്റ്റാണ് ഇതെന്നിലോട്ട് പോകുന്നത്. ഇത് പക്ക കന്നഡ മിക്സ് ആയിട്ടൊരാൾ, നമുക്ക് അവിടെ കാണുന്ന ആളുടെ ലുക്ക്, സംസാരം, ആളുടെ ശൈലി, അതായത് നമ്മൾ അവിടുന്ന് കാസ്റ്റിങ്ങിന് ഇപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസറിനെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്നാണല്ലോ അല്ലേ, വുമൺ ഓഫീസർ, ഇപ്പോൾ ലേഡി പോലീസ് ഓഫീസർ. അപ്പോൾ അതേപോലെ തന്നെ എന്നുള്ള രീതിയിലേക്ക് അവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നിടത്ത് പിന്നെയാണ് ശരത് സഭ ക്യാരക്ടറിലോട്ട് ആർട്ടിസ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ അത് ഗംഭീര മേക്ക് ഓവർ ആയിരുന്നു. താങ്ക് യു. ഈ ഒരു കമൻറ്റ് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ബ്രോയ.
പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അഭിമാനമൊക്കെ തോന്നുന്നു. അതിനത് ചെയ്തു വെച്ചിട്ടുണ്ട് ബ്രോ, സീരിയസ്ലി ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ഒരു പക്ഷെ നമുക്ക് കുറേ മലയാളത്തിൽ കോമഡി ആർട്ടിസ്റ്റുകൾ വന്നിട്ട് വില്ലൻ പരിപാടികൾ ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം എനിക്കൊന്ന് ഒരേ കാലഘട്ടത്തിൽ തന്നെ ഈ മാറ്റി, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണത്തിന് വില്ലനായി വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നല്ല ആർട്ടിസ്റ്റുകൾ ക്യാരക്ടർ വേഷം കിട്ടി, ജനമല്ല കോമഡി ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ മനസ്സിൽ ഒരു സജിയേട്ടൻ കിടപ്പുണ്ട്, ഉള്ള വിളി കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്, എന്തും വഴങ്ങുന്ന ഒരു ആർട്ടിസ്റ്റാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു വില്ലൻ പരിവേഷത്തിലോട്ടൊരു ക്യാരക്ടറിൽ വരുന്ന ഒരു മാറ്റം ഉൾക്കൊള്ളുന്നത് ഒരു പക്ക ആർട്ടിസ്റ്റുകളാണ്. അതിൽ താങ്കൾ വിജയം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യ. അത് അടിപൊളിയായിരുന്നു എന്നുള്ളത്. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ ഓഡിയൻസ് എടുക്കും. വില്ലൻ ഇതാണ് പോലും ഡൊമിനിക്ക് പറയുന്നുണ്ട്, കോമഡി ഉണ്ട് കേട്ടോ, കോമഡിയാണ്, മറ്റേ പ്രപ്പോസൽ പരിപാടി കോമഡിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും കൂടി ഇതെങ്ങനെ ഇത് മിക്സായി വരും, എങ്ങനെയായിരിക്കും ഓഡിയൻസ് എടുക്കുക, എൻ്റെ പരിപാടി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ സ്ലാങ് ആണെന്നുണ്ടെങ്കിലും അല്ല ഭാഷയാണെന്നുണ്ടെങ്കിലും ഇത് പറയുന്നത് ശരിയാകുമോ, ഇത് തന്നെയാണോ. ഇപ്പോൾ എന്താ പടം കണ്ടിറങ്ങിയപ്പം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. കന്നഡ അത്ര വശമില്ലാത്ത, കന്നഡ അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കാസർഗോഡ്, അഫ്സലും മറ്റേ ഇഷിത. അപ്പോൾ അവര് എപ്പോഴാ പടം കാണും, എന്നിട്ട് അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് മുമ്പ് ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഇവരവിടെ ഹെൽപ്പ് ചോദിച്ചിരുന്നോ, ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു എന്തെങ്കിലും ചോദിക്കുകയും ചെയ്തിരുന്നോ? ഇടയ്ക്ക് കുറച്ച് വേർഡ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കും അവരോട്. പക്ഷെ എനിക്ക് അത് പുറത്തുനിന്നൊരു ഹെൽപ്പിന്റെ ഒരു ആവശ്യം വന്നില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസിൽ എന്ന് പറഞ്ഞ ടോബിയുടെ ഡയറക്ടർ, കന്നഡ പടം ടോബിയുടെ ഡയറക്ടർ, ആള് മലയാളിയാണ്. ബേസിൽ എന്ന് പറയുന്നത് ഡൊമിനിക്കിന്റെ ഡയറക്ടർ, ഡൊമിനിക്കിന്റെ സുഹൃത്താണ്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ കന്നഡയിലോട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡയലോഗെല്ലാം മലയാളത്തിലായിരിക്കും സ്ക്രിപ്റ്റ്, അപ്പോൾ അതിനെ കന്നഡയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ജാനമനിൽ വന്ന സമയത്ത് നമുക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ട്. കാരണം ആദ്യം അതിൻ്റെ ഒരു തിരുവനന്തപുരം സ്ലാങ് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിലോട്ട് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുത്തിയത് ആ ശൈലിയാണ് ഒന്ന്, പിന്നെ ലുക്കാണ്. ഇത് രണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത് ശരത് സഭ തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം സ്ലാങ്ങിൽ നിന്ന് പാലക്കാടിലോട്ടും പിന്നെ ഒരു കറുത്ത കുറി എന്നുള്ളൊരു സജഷൻ കൊണ്ടുവന്നത് ഉണ്ട്. ലോകയിലോട്ട് വന്നപ്പോൾ സ്വന്തമായിട്ടൊരു കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അതിൽ, ലുക്കിലും ഭാവത്തിലും എന്തെങ്കിലും? സ്വന്തമായിട്ട് അങ്ങനെ നമ്മൾ ഇംപ്രസ് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടികളുണ്ട്. പിന്നെ മറ്റേ പിയേഴ്സിംഗ് ഇല്ലേ, അപ്പോൾ അത് എൻ്റെ അല്ല, എൻ്റെ സുഹൃത്ത് ആഷ്ലി എന്ന് പറയുന്ന ഒരു പുള്ളിയും കൂടിയിട്ട് ഡയറക്ടറിൻ്റെയും എൻ്റെയൊക്കെ സുഹൃത്താണ്. അപ്പോൾ ഈ ലുക്കിൽ എന്നെ കണ്ട സമയത്ത് ഇവനൊരു ഈ ഒരു സുനയും കൂടെ പിയേഴ്സിംഗ് അതും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഡയറക്ടർ നോക്കിയിട്ട് അപ്പോൾ ആദ്യം മൂക്കിലാണ് റിങ് പോലത്തെ ആ പരിപാടി വന്നപ്പോൾ ശാന്തി വേറെ മറ്റേ ഇയാള് പെണ്ണുങ്ങളുമായിട്ട് അത്ര ഇതാവുന്ന ആ ശൈലി പിടിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ക്യാരക്ടർ. അപ്പം ശാന്തി പറഞ്ഞു ആ മൂക്കില ആവൂല ഈ ക്യാരക്ടർ ചെയ്യുന്നു, വേണമെങ്കിൽ ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ പിടിച്ചു. പിന്നെ ഈ സിഗരറ്റില്ലേ മറ്റേ അത് സിഗരറ്റ് വലിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പം അങ്ങോട്ട് സജസ്റ്റ് ചെയ്ത ഈ ലുക്കിന് മെസ്സേജ് അയച്ചു ചോദിച്ചു ഇങ്ങനെ ആണോ. അത് എൻ്റെ വേറൊരു ഫ്രണ്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇതാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ ഈ ക്യാരക്ടർ ഇങ്ങനെയാണെന്നൊക്കെ ഷെയർ ചെയ്യുമല്ലോ. അപ്പം ഈ സിഗരറ്റ് എന്താ അതിന് പറയാ, ഇലക്ട്രോണിക് സിഗരറ്റ്. നമ്മൾ ഇത്തരം ജസ്റ്റുകൾ ഓരോന്നിടുന്നത് ചില ആക്ഷൻസ് ആയിരിക്കാം, ചില കാര്യങ്ങൾ, ചില ഡയലോഗുകൾ ആയിരിക്കാം. അപ്പോൾ ഇതിപ്പോൾ അന്ന് തന്നെ ഒരു പക്ഷേ ഈ ഡയലോഗ് ഇത്രത്തോളം ഹിറ്റ് ആവും എന്നുള്ളത് ജാനമൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നു അങ്ങനെ ധാരണ ഉണ്ടായിരുന്നു ഈ ഡയലോഗ് ഹിറ്റ് ആവും എന്നുള്ളത്? ഇല്ല, അതൊക്കെ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് തന്നെ കേട്ടോ. അവർക്ക് ഇത് തന്നെ ഉണ്ടായിരുന്നു, അവർക്കൊരു ഇത് ഇമ്പോർട്ടൻ്റ് ഡയലോഗാണ് എന്ന് ഡയറക്ടറിനും ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്യിപ്പിച്ചത് പല സ്ഥലങ്ങളിൽ. വരുന്നുണ്ടായിരുന്നു അത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും ആവർത്തന രസത വന്നിട്ടും അത് ഇഷ്ടം കൂടുകയല്ല എന്നുള്ളതല്ലാതെ അത് എൻജോയ് ചെയ്യാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ അന്ന് തിരുവനന്തപുരം അത്ര വശമില്ലാത്ത ഭാഷയാണ്, ശൈലിയാണ്. അപ്പം അതുകൊണ്ട് മാറ്റാൻ ഒരു സജഷൻ പറഞ്ഞത് അവർ ഉൾക്കൊണ്ടു. ഇവിടെ കന്നഡ പറയേണ്ട ക്യാരക്ടറാണ്. കന്നഡ ഓക്കെ അല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും സ്ഥലം പിടിച്ചോട്ടെ ചോദിക്കുമായിരുന്നോ?
ഞാൻ ചോദിച്ചത് പറ കന്നഡ. എനിക്കൊരു ഡൊമിനിക്കിൻ്റെ അടുത്ത് ഡൊമിനി പറഞ്ഞു അങ്ങനെ, അപ്പം എനിക്കൊരു വസ്തു അറിയില്ല കേട്ടോ കന്നഡ. മറ്റേ അപ്പോൾ ആള് പിടിക്കടാ, അപ്പം പിടിക്കാം. ആൾക്ക് കോൺഫിഡൻസാ ഉണ്ട് അതില്. ആണോ എന്നാ ഓക്കെ. ഞാനങ്ങനെ പുള്ളി കോൺഫിഡൻസ് കണ്ടെന്ന സമയത്ത് എന്നാ പിന്നെ ഞാനും കോൺഫിഡൻസ് ആയിക്കളെ പിടിക്കാം. ആളുടെ ഒരു കോൺഫിഡൻസിൽ ഉണ്ടായിരുന്നു. എല്ലാവരിലും ഒരു വിശ്വാസം ഡയറക്ടർക്ക് ഉണ്ട് അല്ലേ, ഇവരെ കൊണ്ട് ഇത് പറ്റും എന്ന് പറയുന്നൊരു കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ലെവലിലുണ്ട്. അങ്ങനെ ആയിരിക്കുമല്ലോ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതെ അതെ അതെ, അതാണ് ആ കാസ്റ്റിംഗ്. അല്ലാതെ അത് കൊടുക്കില്ല. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ അത്രയും ക്യാരി ചെയ്യാൻ കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണ്. ഇതിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് നർമ്മമുണ്ട് ഈ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ ആ നർമ്മത്തിൽ വരെ കുറച്ചൊരു മിസ്റ്ററി, ഒരു നിഗൂഢത ഫീൽ ചെയ്യും. ഇവനെ പിടിച്ച് രണ്ട് പൊട്ടിക്കാനൊക്കെ തോന്നുന്ന പോലത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് എന്നാലും ഇത് ഓവർ ആവാനും പാടില്ലാത്ത രീതിയിലേക്ക് ഇത് കറക്റ്റ് കൊണ്ടുപോകാം. നേരത്തെ പറഞ്ഞ പോലെ ആ മീറ്റർ പിടിച്ച് കറക്റ്റ് കൊണ്ടുപോകാ എന്നുള്ളത് പോയിട്ട് ഒക്കെ അങ്ങനെ ഇംപ്രൂവൈസ് ചെയ്ത് വന്നിട്ടുള്ളൊരു എന്താ ഇതിലുണ്ട്. ആദ്യം ഈ സീന് എടുക്കാൻ പ്ലാൻ ചെയ്ത ദിവസം, അതായത് എൻ്റെ ഫസ്റ്റ് ഡേ അവിടെ എടുക്കാൻ പ്ലാൻ ചെയ്ത ദിവസം അവിടെ വന്ന് ഡയലോഗ് കിട്ടിയ സമയത്ത് ഈ വക ഡയലോഗുകൾ അതും കന്നഡ നമുക്ക് ഒട്ടും അറിയാത്ത വാക്കുകളും പരിപാടികളൊക്കെ ഇതൊരു പാട്ട് പഠിച്ചെടുക്കുന്ന പോലെ പഠിക്കണം. മറ്റേ മലയാളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സുകൾ മാറിയാലോ മറ്റേത് മാറിയാലോ അർത്ഥം കറക്റ്റായാൽ മതിയല്ലോ. ഇതങ്ങനെ ഒന്നുമില്ല. എക്സാക്ട് ഈ സാധനം തന്നെ പറയണം. ഇംപ്രൂവൈസ് ചെയ്യാനോ അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല. ഇപ്പോൾ ഡയലോഗ് മാറിപ്പോയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഭയങ്കര പേടിച്ചിരിങ്ങനെ നിൽക്കുമായിരുന്നു. അന്നത്തെ ദിവസമാണ് എനിക്ക് മറ്റേ സീൻ തരുന്നത്. ഭാഗ്യം, എൻ്റെ ഭാഗ്യം കൊണ്ട്, അവർക്ക് ഭാഗ്യമായിരിക്കില്ല. മഴ ഞാൻ പ്രാക്ടീസ് തുടങ്ങി എന്നിട്ട്. അപ്പം എൻ്റെ പേരായിട്ട് വീണയ്ക്ക് കുറച്ച് കന്നഡ അറിയാം. അപ്പം അവളും ഹെൽപ്പ് ചെയ്യും. ഇന്നതാണ്. പിന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആണോ പുള്ളിക്കാരി അല്ല, പാലക്കാട്ടുകാരിയാ. എന്താണ് ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് അവർക്കറിയാം. അപ്പോൾ കാരവാനിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ വേർഡിൻ്റെ അർത്ഥവും മറ്റു കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അവളും പറഞ്ഞു തരുമായിരുന്നു. സിനിമയില് സുന്ദറിന്റെ പ്രേമം ദിവ്യ പ്രേമം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് റോസ് പച്ചകുത്തി, ഉടായ്പാണെങ്കിലും പച്ചകുത്തി. ജീവിതത്തില് ശരത് സഭ കാണിച്ചിട്ടുള്ള വലിയ ത്യാഗം എന്താ പ്രേമത്തില്? ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പച്ചയുണ്ട്. ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ക്രഷ്, പിന്നെ അപ്പോഴല്ലേ നമുക്ക് തെളിയിക്കേണ്ടി വരും. തെളിയിക്കുന്ന ആവശ്യമില്ലല്ലോ അല്ലേ. വൺ വേ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേര് പറയുന്നില്ല. ഇതേപോലത്തെ ഒരു പ്ലേ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോഡി മൊത്തം വരയ്ക്കുക. ഒരു കുട്ടികളുടെ നാടകം, ചിൽഡ്രൻസ് പ്ലേ ആണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളാണ് ആർട്ടിസ്റ്റുകൾ. അപ്പം ഇലയും പൂക്കളൊക്കെ ഇങ്ങനെ ദേഹത്തൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരയ്ക്കാൻ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞു, എടാ അവളുടെ പേരാണ് വരയ്ക്കേണ്ടത്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പേരാണെന്ന് തോന്നരുത്. മെയിൻ ഓഡിയൻസിന് തോന്നരുത് പേരാണെന്ന്. പക്ഷെ അവൾക്ക് മനസ്സിലാവണം അമ്മ പേരായിരിക്കണം എന്ന് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇത് വരപ്പിക്കുന്ന സമയത്ത് വേറൊരാളെ നിർത്തി. ഞാൻ അവളുടെ പേരാ വരയ്ക്കുന്നത്, അവളോട് പറയരുത് കേട്ടോ. ഇത് വരയ്ക്കരുത് കൂട്ടത്തിലാളൊക്കെയാണോ? മേക്കപ്പ് മാൻ അല്ല, നമ്മുടെ കൂടെ പഠിക്കുന്നവരൊക്കെ നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ തന്നെ ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് ഇവരോട് പറയുന്നത് ഇവര് കേട്ടിട്ടില്ല. ഇവരുടെ ഫ്രണ്ടാണ് അവിടെ ഉള്ള. അപ്പൊ അവരോട് പറയരുത് കേട്ടോ, അവരെന്തായാലും പോയിട്ട് സംസാരിക്കുന്നത് എനിക്കറിയാം. അപ്പൊ പേര് അവളുടെ പേരാ അത്, പറയല്ലേ. അടുത്ത ദിവസം പോയി പറയുമല്ലോ. നല്ലതാണ് അല്ലെ, ആ വഴിക്കും അറിയും, ആ വഴിക്കും അറിയും എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഈ ആൾക്ക് അറിയായിരുന്നോ ഇത് വരച്ചത് എന്നിട്ട് മനസ്സിലായോ? അതെനിക്കറിയില്ല. ഇല്ല, പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇയാള് പോയിട്ട് അയാളോട് പറഞ്ഞത്. ശരിക്കും പേരാണോ മുഖത്ത് വരച്ചേ? ഒരു വള്ളി എന്താണ് ഇല മറ്റേ ഇത്, അതിന്റെ കൂട്ടത്തിൽ അയാളുടെ പേരും ഞാൻ വരച്ചു. ഈ സ്കൂളിൽ നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്തു, നാടകം ചെയ്തു, അല്ലെങ്കിൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ടറൊക്കെ ആയി.
പക്ഷെ നമ്മൾ ഈ സ്കൂൾ കാലഘട്ടത്തിലാണ്. അപ്പോൾ വീട്ടുകാർക്കും സന്തോഷം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു സമയം കഴിഞ്ഞ്, ഇതൊരു +2 കഴിഞ്ഞ് ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഫ്യൂച്ചറിൽ ഈ അഭിനയവും നാടകവും സിനിമയാവും എന്ന് തീരുമാനിക്കുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്കൂളിലെ പോലെ ചിലപ്പോൾ ഫാമിലി ഉൾക്കൊണ്ടുവന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു പക്ഷേ സിനിമാ പാരമ്പര്യമുള്ള കുടുംബമോ നമ്മുടെ ചുറ്റുവട്ടങ്ങളോ അങ്ങനെ ഉണ്ടാവില്ല. ആ തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. ഡ്രാമ സ്കൂളിൽ ഉള്ള കാര്യം, ഞാൻ പോകുന്ന കാര്യം എനിക്ക് മുൻപേ കൂട്ടി പ്ലാനുള്ള ഇതായിരുന്നില്ല. അല്ല, ഞാൻ +2 ഇത് എക്സാമൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ആ സമയത്ത് ഒരു കമ്പ്യൂട്ടർ, ഞാനിത് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ ഒരു കമ്പ്യൂട്ടർ പഠിക്കുന്ന ആ സമയത്ത് അവിടുത്തെ ഒരു ടീച്ചറാണ് ഇങ്ങനെ ഡ്രാമ സ്കൂൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. നമ്മുടെ മറ്റേ ഫാൻ ഗേൾ ടീച്ചറാ, മറ്റേ കമ്പ്യൂട്ടർ മറ്റേ ഫാൻ ഗേൾ ആയിരുന്ന ടീച്ചറാ? വേറെ രണ്ട്. അപ്പം ടീച്ചറാണ് അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞ് എല്ലാ അപ്ലിക്കേഷനൊക്കെ കൊടുത്തായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ നാട്ടിലുള്ള എല്ലാ കോളേജുകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ നല്ല മാർക്കായതുകൊണ്ട് കോളേജുകളിലൊന്നും എനിക്കങ്ങനെ ഇത് വന്നില്ല. കാർഡ് അന്ന് കാർഡല്ലേ, അതേപോലെ ഇതല്ലല്ലോ, കാർഡൊന്നും വന്നില്ലായിരുന്നു. ഇവിടെ ഡ്രാമ സ്കൂളിൽ നിന്ന് വന്നു. അപ്പോൾ പിന്നെ ഓൺലി ഓപ്ഷൻ നമ്മൾ തുടർ പഠനം അവിടെയാണെന്നാണ്. പക്ഷെ വീട്ടുകാർക്കും അറിയില്ല, എനിക്കും അറിയില്ല ഇങ്ങനത്തെ ഒരു കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട് ഇനി എന്താണ് ഭാവി, എന്താ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇത് സിനിമയിലോട്ടുള്ള വഴിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ പോയതിന് ശേഷം ആണ് നമ്മൾ അറിയുന്നത്, ഓക്കെ ഇത് ഇവിടെ നിന്നുള്ള കുറേ സീനിയേഴ്സ് ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതിങ്ങനെ ഒരു വഴിയാണെന്ന് ഞാൻ അവിടെ പോകുമ്പോഴാണ് അറിയുന്നത്. അതുവരെ ഈ അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഹരമായിട്ടും മാറിയായിരുന്നു ഈ +2 ഒക്കെ കഴിയുമ്പോഴത്തേക്കൊക്കെ. അപ്പം ഞാൻ മുൻപ് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഓക്കെ അഭിനയം പഠിപ്പിക്കുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നേൽ അവിടെ പോകാമായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്പേസ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ആ സമയത്ത്. അപ്പോൾ കറക്റ്റ് സമയത്തിന് ഓരോ കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വീട്ടുകാർ എന്നെ ചേർക്കാൻ വരുന്ന സമയത്ത് അച്ഛൻ അവിടെയുള്ള സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചു. ഈ ഒരു കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ഇതാണ് നമുക്ക് നേട്ടം, എന്തൊക്കെ സാധ്യതകളുണ്ട്. അപ്പം അന്ന് സനലായിരുന്നു അച്ഛനോട് സംസാരിച്ച. സനൽ മറ്റേ മാലിക്കിലെ മറ്റേ ആ പുള്ളി ആള് നല്ല കാര്യങ്ങൾ കുറേ പറഞ്ഞു കൊടുത്തപ്പം അച്ഛന് ഇതിന് ഒരുപാട് തിയേറ്ററിൻ്റെ ഒരുപാട് സാധ്യതകളെ കുറിച്ച് പുള്ളി സംസാരിച്ച സമയത്ത് അച്ഛൻ ഒരു സമാധാനമായി. എങ്കിലും എന്താണ് ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് PSC കൂടി ഒന്ന് ട്രൈ ചെയ്യും അങ്ങനത്തെ ഇതുണ്ടാവും. ഫ്രണ്ട്സ് നീ പഠിച്ചിട്ട് എന്ത് അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അവരുടെ അതേ ക്വസ്റ്റ്യൻ എനിക്കുണ്ട് പഠിച്ചിട്ട്. പക്ഷെ നമ്മളത് കാണിക്കുന്നില്ല, കാരണം നമ്മൾ മറ്റുള്ളവരോട് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് നമ്മളോട് ചോദ്യം ചോദിച്ചാൽ ശരിയാവില്ല എന്നുള്ളൊരു ഇത്. പക്ഷെ പഠിക്കുന്ന സമയം ഹാപ്പിയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരോ എന്താ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വർഷത്തിൽ ഒരു നാടകം ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് മാസത്തിൽ 3 നാടകം വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷെ അവിടെ എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ ഡ്രാമ സ്കൂളിൽ പോയി +2 കഴിഞ്ഞു, നേരത്തെ പോലെ എവിടേക്കോ ഭയങ്കര നിമിത്തങ്ങളും അല്ലെങ്കിൽ വിധികളും ഒപ്പം നിൽക്കുന്ന പോലെ തോന്നി. ഇപ്പം നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ആ കന്നഡ ഡയലോഗ് വന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായ സമയത്ത് അവിടെ മഴ പെയ്തു. ഒരു ദിവസം കൂടി എനിക്ക് കൂടുതൽ കിട്ടി. ഇവിടെ അതുപോലെ തന്നെ അഭിനയ ഉള്ളിലുള്ള ആളാണ്, പക്ഷെ അതൊരു ഓപ്ഷനായിട്ട് കിട്ടുമെന്ന് അറിയാത്ത സമയത്താണ് ബാക്കി കോളേജുകളിൽ നിന്ന് വരാതെ ഡ്രാമ സ്കൂളിൽ നിന്ന് വരുന്നത്. അപ്പം എവിടേക്കോ നമുക്ക് ചുറ്റുള്ളതും ശരത് സഭയുടെ ഒപ്പം നിൽക്കണ പോലെ തോന്നാറുണ്ട്. ശരിക്കും ഉണ്ട്. ആ ഓളത്തിലങ്ങ് പോയി കഴിഞ്ഞാൽ നല്ലതാണെന്ന് ഞാൻ ഇത് ആലോചിച്ചിട്ടുണ്ട്. സാധാരണ പലരും കേട്ടിട്ടുള്ളത് ചിലപ്പോൾ ലാസ്റ്റ് സമയം എനിക്ക് റിജക്ഷൻ കിട്ടി, എനിക്കത് കിട്ടിയില്ല എന്ന് പറയണത്. പക്ഷെ ഇപ്പോഴും ശരത്തിന്റെ ആർട്ടിസ്റ്റിന്റെ വ്യക്തിയുടെ കാര്യം നോക്കുമ്പോൾ കിട്ടണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലേ? കിട്ടാത്ത കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പം ജാനമൻ അല്ല തരംഗമൊക്കെ വരുന്നതിന് മുൻപും ഞാൻ ഒരുപാട് ഓഡീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്, സംഭവിക്കാറുണ്ട്. ഇതിൽ ഇപ്പോൾ ഡ്രാമ സ്കൂളിൽ പോകുന്ന സമയത്ത് +2 കഴിഞ്ഞ ഒരു പയ്യൻ, അപ്പോൾ ചിലപ്പോൾ ആവശ്യമുള്ള ഒരു കോളേജിൽ പോകാൻ പാരൻസ് ഓക്കെ ആയിരിക്കും. അന്ന് അച്ഛനുണ്ട്. സിനിമയിലോട്ട് വന്ന പാതി വഴിയിൽ അച്ഛൻ നഷ്ടമായി. അച്ഛൻ്റെ മരണം അപ്രതീക്ഷിതമാണ് വേറെ സംഭവിക്കുന്നത്.
ഇപ്പോൾ ഇതിലെവിടെയോ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ഇനി സിനിമയിൽ തുടരണോ? കാരണം അമ്മയുണ്ട്, പെങ്ങളുണ്ട്, ഫാമിലിക്ക് ഞാനാണ് അവരൊപ്പം നോക്കേണ്ടതും അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ്ങായി നിൽക്കേണ്ടതും. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇനി തുടരേണ്ടതുണ്ടോ? ഇതെനിക്കൊരു സ്ഥിര വരുമാനമോ അല്ലെങ്കിൽ ഇതിനെനിക്കൊരു കൺസിസ്റ്റൻസി ആയിട്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ സിനിമ എന്താ ജാനമ്മനൊക്കെ നടക്കുന്നതിന് മുൻപ് നമ്മൾ ഈ തിയേറ്റർ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിയേറ്ററിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല വർക്കുകളും ചെയ്യാം. അപ്പം സെറ്റ് പരിപാടികൾക്ക് പോകും, ആക്ടിങ് ട്രെയിനിങ്, വർക്ക്ഷോപ്പ്, അങ്ങനെ കുറേ സാധ്യതകൾ ഉണ്ടായിരുന്നു. ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴവിൽ മനോരമ, സി കേരളം, അവിടെയൊക്കെ എന്താ കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ. അപ്പം സാമ്പത്തികം അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ളവരൊക്കെ മറ്റേ വലിയ ജോലി സ്കൂളൊക്കെ കഴിഞ്ഞ് അവരൊക്കെ പ്രോപ്പർ ഒരു ജോലിക്കാരായി. അവരൊക്കെ ജോലിക്കാരാകുമ്പോഴും ഞാൻ ഇവിടെ ഭാവി എന്താന്നൊക്കെ പറഞ്ഞിട്ട് ടെൻഷനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു എന്താ അപകടമില്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലൂടെ കൂടെ തന്നെയാണ്. സ്ഥിര വരുമാനം ഇല്ലെങ്കിലും എനിക്ക് സാമ്പത്തികം വരുന്നുണ്ട്, എനിക്ക് വരുമാനം സംഭവിക്കുന്നുണ്ട്. വലുതായിട്ടില്ല ഇല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ വരുമാനം ഇല്ലെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടാണ് ഷെയർ ചെയ്ത് എല്ലാം ചെയ്യുന്നത്. അപ്പം ഒരാളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ പൈസ ഉണ്ടാവും. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാവും. ചില സമയങ്ങൾ, വിരളമായിട്ടുള്ള സമയങ്ങളിൽ മാത്രമായിട്ട് കൂട്ടപ്പട്ടിണി കിടന്നിട്ടുള്ളൂ. പട്ടിണി കിടക്കേണ്ട വന്നിട്ടുണ്ട്. കൂട്ടപ്പട്ടിണി ആരുടെയും പൈസ ഇല്ല. പട്ടിണി കിടക്കാനും കമ്പനി ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ പട്ടിണി കിടക്കാൻ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊരു ഫാമിലി ഉണ്ട്, അമ്മയുണ്ട് അല്ലെങ്കിൽ പെങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ നമ്മൾ കിടക്കാൻ നമ്മൾ ഓക്കെ ആവുന്ന പോലെ നമ്മുടെ അമ്മയും സഹോദരങ്ങളും കിടക്കാൻ നമ്മൾ ഒരിക്കലും സെറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ആശ്രയിച്ചിരുന്നിരുന്നൊരു ഫാമിലി ആണോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭയം ഉണ്ടായിരുന്നോ മുന്നോട്ട്? അച്ഛൻ മരിക്കുന്ന സമയം വരെ അമ്മ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് വലിയ കാര്യമായിട്ട് അവരെ അങ്ങനെ അവർക്ക് ചിലവ് കൊടുക്കുക അങ്ങനത്തെ പരിപാടി എനിക്ക് പിടിക്കേണ്ടി വന്നിട്ടില്ല. അച്ഛൻ്റെ മരണശേഷമാണ് പിന്നെ ഒന്ന് സ്റ്റെക്കായതും അനിയത്തിയുടെ കല്യാണം ഇതൊക്കെ ആവുന്നത്. ആ സമയത്ത് എനിക്ക് ഈ ചാനലിൽ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ജാനമൻ സംഭവിച്ചു, മറ്റേ ഇതൊക്കെ. അപ്പം ഒരു വരുമാനമായിട്ട് അങ്ങനെ അത്ര ഞാൻ മറ്റേ പ്രാരാബ്ദമുള്ള അങ്ങനത്തുള്ള ഭാഗ്യത്തിന് പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും അപ്പൊ അമ്മ തനിച്ച് ഉള്ളെങ്കിലും അമ്മയ്ക്ക് വലിയ ഇതൊന്നും ചെലവ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. അവിടെ അമ്മ വീട്ടിന് ചുറ്റുമുള്ള സാധനങ്ങളൊക്കെ പരി ഉണ്ടെങ്കിലും മറ്റ് ഇല കുറച്ച് ഉപ്പേരി മറ്റേ കുറച്ച് അങ്ങനത്തെ ഫുഡിനോടാണ് അമ്മയ്ക്കും നല്ല താല്പര്യം. ഇന്നത് വേണം മോനെന്ന് ആവശ്യപ്പെടുന്ന ഒരു അമ്മയല്ല അല്ലേ? പിന്നെ ആവശ്യപ്പെടുന്നത് മറ്റേ കല്യാണത്തിന് പോകണം, മറ്റേ അവിടെ അവരിത്ര രൂപ തന്നിട്ടുണ്ട് അത് എത്ര കൊടുക്കണം, പിന്നെ അമ്പലത്തിൽ പോകണം. അത് മാത്രം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട്. കുറച്ച് വിശ്വാസപരമായിട്ട് നീക്കുമ്പോഴും അല്ലെങ്കിൽ ആഘോഷങ്ങളിലും അവിടെ പോകണം എന്ന് നിർബന്ധം മാത്രമുള്ളൂ. അമ്മയുടെ വ്യക്തിപരം എല്ലാ അമ്മമാരങ്ങനെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ആവശ്യങ്ങളും ഉണ്ടാവില്ല. മൊത്തത്തിലല്ല എല്ലാവരോടും ഒരുമിച്ചുള്ള ഒരു ആവശ്യങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. ജാനമൻ ഇറങ്ങി കഴിഞ്ഞ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പടത്തോടു കൂടി ശരത് സഭ എന്ന ആർട്ടിസ്റ്റിൻ്റെ തലവര മാറി എന്നുള്ളത്. അന്നങ്ങനെ പറഞ്ഞ ആള് പിന്നീട് തലവര എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ അഭിനയിച്ചു അല്ലേ? ശരത്ത് സ്വയമേ ചിന്തിക്കുമ്പോൾ ശരത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തലവര മാറിയത് എപ്പോഴായിരുന്നു, ഏത് മൊമെന്റിലായിരുന്നു? ഇതിപ്പം മറ്റേ ഇതില്ലേ, ഏത് കൊട്ടിലെ പാറ മുറിഞ്ഞത് അവസാനത്തെ കൊട്ടായിരിക്കും ചിലപ്പോൾ പാറ. പക്ഷെ അതുവരെ കൊട്ടുണ്ടായിരുന്നു, ആ പാറയിൽ കിട്ടുന്ന കൊട്ടുണ്ടായിരുന്നു. എല്ലാം ഓരോരോ കാരണമാകുകയാണെന്നുണ്ടല്ലോ. ഏത് മൊമെന്റാന്നൊക്കെ പറയുന്നത് എനിക്ക് ഈ പറയുന്ന പോലെ പല ഇപ്പോൾ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു വേറൊരു വഴിയാണ്. ഡ്രാമ സ്കൂൾ കഴിഞ്ഞ് എറണാകുളത്തേക്ക് മാറി സിനിമാ പരിപാടികൾ നോക്കുന്നു. അപ്പം അങ്ങനത്തെ ഒരു ടീം കിട്ടുന്നു, എറണാകുളത്തേക്ക് മാറുന്നു എന്ന് പറയുന്നത് വേറൊരു ഇതാ. പിന്നെ ഓഡീഷനിൽ തരംഗം കിട്ടുന്നു, അത് വേറൊരു ഓപ്പണിങ്ങാണ്. തരംഗം വഴിയാണ് എനിക്ക് മറ്റേ മിസ്റ്റർ റൗഡി ഈ പടം കണ്ടിട്ടാണ് അവിടുത്തെ അസോസിയേറ്റ് സുധീഷ് ഏട്ടൻ
അതിലോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതൊരു വഴിയായിരുന്നു. അവിടെ നിന്നാണ് ഗണപതിനെ പരിചയപ്പെട്ട് ജാനമനിലോട്ട് വിളിക്കുന്നത്. എനിക്ക് ഈ ജാനന്മേനിലെ സമയത്ത് തന്നെ ഗണവും ഗണപതിയും അതുപോലെ തന്നെ ശാന്തിയും ഒരുമിച്ച് ഫോട്ടോ ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, ഒരു ദിവസം ഇത് ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് തന്നെ ഉണ്ട്. അത് തരംഗം കഴിഞ്ഞ് തരംഗത്തിലാണ് ശാന്തി ബി ആയിട്ടുള്ള പരിചയം. അവിടെ എന്താ മിസ്റ്റർ റൗഡിയിലാണ് ഗണപതി ആയിട്ടുള്ള ഇത്. അപ്പോൾ ഇത് രണ്ടുപേരും കൂടിയിട്ട് ജാനമൻ പരിപാടി ശാന്തി ബി കേട്ട സമയത്ത് ശാന്തി ബി സജസ്റ്റ് ചെയ്തു ശരത് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം ഗണപതിക്കും അറിയായിരുന്നു. ഗണപതി അത് നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് ചിദംബരം പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു ഫോട്ടോ അയക്കുന്നു പറഞ്ഞുകൊണ്ട് ശാന്തി ബി കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നു, ഗണപതി വിളിക്കുന്നു, ഒരു ഫോട്ടോ അയക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്നത്തെ ദിവസം കിടലാണല്ലോ, രണ്ട് പടത്തിലുള്ള ഇത് എൻക്വയറി രണ്ടുപേർക്ക് അയച്ചു കൊടുത്തു. ഇത് രണ്ടും കൂടി ഒരു പടത്തിനായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെയായിരുന്നു മനസ്സിലാക്കിയത് എന്നുള്ള സംഭവം. ഈ പലപ്പോഴും സിനിമയുടെ വിശേഷങ്ങൾ കേൾക്കുന്നതിനൊപ്പം തന്നെ സിനിമയുടെ അപകടങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കാന്താര സിനിമയിലൊക്കെ അപകട സെറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേട്ടായിരുന്നു തലവര ഉള്ളതിൽ. എന്താ ശരിക്കും അതിൽ യാഥാർത്ഥ്യം എന്താ ശരിക്കും? നിങ്ങൾ കണ്ടതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം. റീലിൽ കണ്ടത് അത് ചെറിയൊരു അപകടം. ഞാൻ പടം ഇറങ്ങുന്നതിന് മുൻപ് ഞാനും ഇപ്പൊ വീഡിയോ വന്ന സമയത്ത് ആൾക്കാർ ഇത് AI ആണല്ലോ എന്നുള്ള പരിപാടി ഇതാവണം. നമ്മൾ പടത്തിന്റെ പ്രൊമോഷന് പടം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ള. ഡയറക്ടറും ആ ഒരു ഇൻസിഡന്റിന് ആള് ഞെട്ടിയതാ. ലൊക്കേഷൻ മൊത്തം ഒന്ന് ഞെട്ടിയിട്ടുള്ളൊരു ഇൻസിഡന്റ്. അത് എൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ആ സെറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് സീനാണത് എടുക്കുന്നത്. അതെവിടെ വെച്ചായിരുന്നു? പാലക്കാട് പൂ മാർക്കറ്റിൽ. അപ്പോൾ അത് ചെയ്ത് അർജുന അശോകൻ ഫ്രണ്ടിൽ നടക്കുന്നു, ഞാൻ പുറകിൽ ഇങ്ങനെ പോയിട്ട് വീഴണം. 2 പ്രാവശ്യം വീണു. ബെഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വീണു. വേറെ എന്തൊക്കെയോ കാരണങ്ങൾ. ഇപ്പോൾ 3 പരിപാടികളും ഒന്ന് പൊസിഷനിൽ വീഴണം, ഒന്ന് അർജുന അശോകൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അത് കഴിയുമ്പോഴാണ് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ്. മറ്റേ മാസ്ക് അങ്ങനെ ഇതുണ്ട്. അപ്പോൾ 2 എണ്ണം ശരിയായില്ല. അപ്പോൾ 3ാമത്തെ എടുക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വന്ന് വീഴ എങ്ങനെ പോയി, എന്നിട്ട് ഇതല്ലല്ലോ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചെടുത്തതാ എന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് പോയി. അർജുനെ തട്ടി, അർജുൻ അങ്ങ് വീണ വഴി കയ്യിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ മേളിലോട്ടാ പോയി. നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ആക്സിലേറ്റർ അങ്ങനെ ആക്സിലേറ്റർ അങ്ങ് കൂടി ഇങ്ങനെ കുതിര കയ്യിൽ നിൽക്കാത്ത കുതിര പോലെ ഇങ്ങനെ പോകുന്നത്. വണ്ടിയുടെ ഒപ്പം നമ്മളും പോയി. അത് അർജുന് ഇടിച്ചു വീണു. ഓക്കെ, അവൻ പറഞ്ഞു നീ എന്തിനാടാ പുറകെ ഒന്ന് നിർത്തണ, ഇടിച്ചതോ ഓക്കെ ഇല്ല. അത്ര ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അച്ഛനെ ഓക്കെ അല്ലേ, മറ്റേ ഇല്ല കുഴപ്പമില്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഷെഡ്യൂൾ ബ്രേക്കായി, വേറെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷെഡ്യൂൾ ബ്രേക്കായിട്ട് ആ സമയത്താണ് പിന്നെ റൊമാൻസിൻ്റെ അവിടെ വന്നിട്ട് വലിയൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നിന്റെയൊക്കെ ഇല്ലേ ചെറുത്, അതല്ല പക്ഷെ തുടങ്ങി വെച്ചത് പോലെ പിന്നെ എനിക്ക് തുടരെ അപകടങ്ങളാ. ഇല്ല കേട്ടോ, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ നമ്മള് ഡൗൺ ആക്കൂല ഫുള്ളി. നീ ചെയ്തില്ല ചെറുത് വലുത്. അപ്പൊ അത് കേട്ടോ എനിക്ക് കുറച്ച് സമാധാനം. എന്റെ കവറായി പോയില്ലോ അല്ല, അന്നത്തെ ദിവസം നോക്കും. ഞാൻ പേടിച്ചു. പിന്നെ ഞാൻ ഏത് ഫേസിൽ ആൾക്കാരെ നോക്കും. ഞാനാകെ ചീഞ്ഞളിഞ്ഞ് വല്ലാണ്ടായി. പക്ഷെ അത് ആ ഒരു ക്യാരക്ടറിന് എൻ്റെ ക്യാരക്ടറിന് ഗുണം ചെയ്തു. പടത്തില് വേറെ ആ ഒരു എൻ്റെ കല്യാണം കഴിയുന്നു, മറ്റേ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നു, അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാരെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുന്നു, ഫൈറ്റ് ഉണ്ടാവും, അത് ഒരു ലഭ്യത ഉണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് നാട്ടുകാരെ ഫേസ് ചെയ്യാനും കൂട്ടുകാരൊക്കെ ഫേസ് ചെയ്യാനും ഒരു ലഭ്യത ഉണ്ടല്ലോ. അതെനിക്കത് അവിടെ നിന്ന് കിട്ടി, ഫസ്റ്റ് ഡേ കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് സംഗതി. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ എനിക്ക് റിയൽ ഇതിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതന്നെ റീൽ ഇട്ടാൽ മതി അല്ലേ. അത് കിട്ടി. അപ്പോൾ ഓക്കെ ഇതായിരിക്കും, അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവുക. ശരിക്കും ഞാൻ ആൾക്കാരെ ഇവരൊന്നും കളിയാക്കുന്നൊന്നുമില്ല ആരും. ഒന്നും പറഞ്ഞാൽ വല്ലപ്പോഴും ആൾക്കാർ എന്തെങ്കിലും ഇങ്ങനെ പറയുന്നതല്ലാതെ എന്നാലും നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ,
പറ്റി പോവുകയും ചെയ്ത്. ഞാനിത് കൂട്ടത്തിൽ ചോദിക്കാൻ മറന്നു, കഴുത്തിലെ പാടൊക്കെ പോയേ ചന്ദ്രയുടെ കടി കിട്ടിയുണ്ട്. എങ്ങനെ സാധനം അത് വന്നാക്കി അത് ചീറ്റുന്നൊരു സംഭവം? ഇവിടെ ഒരു പീസ് മോൾഡ് ചെയ്ത് എന്താ നമ്മുടെ ഷൂട്ടിനൊക്കെ മുൻപ് വിരലും ഇതൊക്കെ മോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴുത്തൊക്കെ. എന്നിട്ട് അത് ഇവിടെ പറ്റി. ഇത് മറ്റേ അതിനു മുമ്പ് കണ്ടുള്ള ചതിക്കാതെ ചീറ്റിക്കുന്നത് ബ്ലഡ്. അതേപോലെ ഒരു സൂപ്പർ ചിത്രം അല്ലെങ്കിൽ ഇതുപോലൊരു സൂപ്പർ വുമൺ, അതിൻ്റെ ഹൊറർ പശ്ചാത്തലം. അപ്പോൾ ശരിക്കും ഒരു കിട്ടില്ല ഇന്ന് ഓർത്തേക്കുന്ന ഒരു ക്യാരക്ടറും കൂടി ആയി കിട്ടി അല്ലേ? അതിൽ നമ്മളൊരു ഭാഗമാക്കാൻ കാണിച്ച ഡയറക്ടർ ഡൊമിനിക്കിൻ്റെ ഇത് നമ്മളെ വിശ്വസിച്ച് നമുക്ക് ആ ഒരു ക്യാരക്ടർ തരുമെന്ന് പറയുന്ന സമയത്ത് ഞാൻ ആളോട് ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കുന്നു. നന്ദി ഉള്ളവനാണ്.